എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് JH പ്രമോദ് എന്നാണ്. ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ സഭയിലെ ഒരു വൈദികനായിട്ടാണ് ഞാനിപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. തിരുവനന്തപുരത്ത് പേരൂർക്കട എന്ന സ്ഥലത്തുള്ള കാൽവരി ലൂഥറൻ സഭയിലാണ് ഇപ്പോൾ ഞാൻ നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലവും തിരുവനന്തപുരം തന്നെയാണ്. എൻ്റെ ദൈവവിളി എന്ന ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ എനിക്ക് ലഭിച്ചതായ ഈ വലിയ ഒരു ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവിളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ. ദൈവവിളി ലഭിച്ച അനേകരെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുമ്പോൾ ഒരാൾ മറ്റൊരാളെ വിളിക്കുന്നത് പോലെയുള്ള ഒരു രീതിയല്ല നമ്മൾ പ്രധാനമായിട്ട് ബൈബിളിൽ കാണുന്നത്. എന്നാൽ ദൈവികമായ ശബ്ദം കേട്ട അനേകരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ വായിക്കാനായിട്ട് കഴിയും. വളരെ പിൽക്കാലത്തുള്ള ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ പൗലോസ് അപ്പോസ്തലനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടതായിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവവിളി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പല വ്യക്തികളെയും പല പല സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോഴാണ് അവരെ ദൈവം വിളിച്ചതായിട്ട് കാണുന്നത്. മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മോശ ഒരു മലപ്രദേശത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കെ ദൈവം വിളിച്ചതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാം ഒരു ദൈവവിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ഒട്ടും വരാതിരുന്നതായ ഒരു സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ വിളിയും നിയോഗവും ഒക്കെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഇതുപോലെ ഒത്തിരി അവരോടൊക്കെ ദൈവം സംസാരിച്ചതായിട്ട് പ്രവാചകന്മാർ, നമ്മൾക്ക് വളരെ പരിചയമുള്ള ഒരു മേഖലയാണ് പ്രവാചകന്മാർ. യെശയ്യാവ്, യിരെമ്യാവ്, ആമോസ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രവാചകന്മാരും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം വിളിക്കുന്നത് വിവിധമായ രൂപങ്ങളിലൂടെയാണ്. നേരിട്ട് വിളിച്ചവരുണ്ട്. അതുപോലെ ദൈവം പ്രവാചകന്മാരെ പോലെയുള്ള തൻ്റെ പ്രതിനിധികളായ ആളുകളെ വിളിച്ച് അവരിലൂടെ മറ്റുള്ളവരോട് പോയി സംസാരിച്ച് അങ്ങനെയൊക്കെ ദൈവീകമായ ഭാഗത്തേക്കും ദൈവീകമായ ശുശ്രൂഷകളിലേക്കും വന്ന ഒത്തിരി സംഭവങ്ങളാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. എന്തിനാണ് ദൈവം വിളിക്കുന്നത്? ദൈവം വിളിച്ചവരുടെ ചരിത്രം ഒക്കെ നമ്മൾ നോക്കിയാൽ എല്ലാവരെയും ഒരു പ്രത്യേക ശുശ്രൂഷാ ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദൈവം വിളിക്കുന്നതിൻ്റെ ചില രൂപങ്ങളെക്കുറിച്ച്. അവൻ ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി. നമ്മളിന്ന് ചിന്തിച്ചാൽ ഓരോ വിളിയും ഓരോ നിയോഗങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. ഒരു ഡോക്ടറായിരിക്കുക എന്ന് പറയുന്നു, ഒരു അധ്യാപകനായിരിക്കുക എന്ന് പറയുന്നു, സഭയുടെ ഒരു ശുശ്രൂഷകനായി പാസ്റ്ററായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. സഭയ്ക്കുള്ളിൽ തന്നെ ഒത്തിരി ചുമതലകളുണ്ട്. സഭയുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം തരുന്നതായ ഒത്തിരി നിയോഗങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ആ നിയോഗങ്ങളോട് പൂർണ്ണമായും കൂറു പുലർത്തുക എന്നുള്ളതാണ് ദൈവവിളി ലഭിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ. എന്നെപ്പോലെ എത്രയോ ആളുകളാണ് ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും പറയുവാനായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഇതുപോലെ വൈദികനാവുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറുപ്പത്തിലേ വരുന്നവരുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ദീർഘകാലം വിദേശത്ത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തി അങ്ങനെയൊക്കെ വൈദികരായവരുണ്ട്. മറ്റ് പല തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരുന്നവരുണ്ടായിരുന്നു. പ്രായത്തിൽ വളരെ മുതിർന്നവരുണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വന്നവരുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എന്നത് അതിലൊരു പ്രായമോ ഒരു ദേശമോ യോഗ്യതകളോ ഒന്നും കണക്കെടുക്കാതെ തന്നെ ബലഹീനരെയും വിളിച്ചിട്ടുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തവർ, യെശയ്യാവ്, യിരെമ്യാവ് പോലുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? അയ്യോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. മോശയെ വിളിക്കുമ്പോഴും അതാണ് പറഞ്ഞത്. അയ്യോ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് തടിച്ച നാവുണ്ട്, എനിക്ക് സംസാര വൈകല്യമുണ്ട്, വിക്കുണ്ട് എന്നൊക്കെയാണ് മോശ പറഞ്ഞത്. എന്നാൽ മോശ എത്ര വലിയ ഒരു ശുശ്രൂഷകനായിട്ട് പ്രവർത്തിച്ചതായിട്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എന്നത്
അത് ഓരോരോ രൂപങ്ങളിലും ഓരോ സാഹചര്യങ്ങളിൽ ഓരോരുത്തർക്ക് ലഭിക്കുന്നു. ഇന്നെങ്ങനെയാണ് ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നത്? ഇന്ന് ദൈവത്തിൻ്റെ വിളി നമുക്ക് നമ്മുടെ ഉറച്ച ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് വിശുദ്ധ വചനത്തിലൂടെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനമാണ്, അതാണ് നമ്മെ ഇന്ന് വിളിക്കുന്നത്. സഭയിൽ പല വിശുദ്ധമായ കർമ്മങ്ങളൊക്കെ ഉണ്ട്. തിരുസ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, തിരുവത്താഴം അഥവാ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോരോ ദൈവവിളിയുടെ ഓരോരോ ഭാവങ്ങളായിട്ടാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എന്നത്, ദൈവവിളി ശരിക്ക് ഉള്ളവർക്ക് മാത്രം ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ ശുശ്രൂഷ എന്ന് നമ്മളെപ്പോഴും ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് വന്നുവെന്ന് അങ്ങനെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ജീവിതത്തിൽ ചില ഘട്ടങ്ങളുണ്ട്, ഓരോരുത്തരും രൂപപ്പെട്ട് വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. അപ്പൻ്റെയും അമ്മയുടെയും 3 മക്കളിൽ മൂത്ത ആളായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ വളർന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ പശ്ചാത്തലങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. മിക്കവാറും വീടുകളിലൊക്കെ എന്നും സന്ധ്യാനേരമാകുമ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രാർത്ഥന കേൾക്കാം. ഒരു തെരുവിലൂടെ നടന്നു പോയാൽ, അവിടുത്തെ ഏത് തെരുവിൽ കൂടെ നടന്നു പോയാലും അവിടെ എല്ലാം വീടുകളിൽ പ്രാർത്ഥനകളുണ്ട്. കൃത്യമായിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്ന മാതാപിതാക്കളാണ് എനിക്കുണ്ടായിരുന്നത്. പള്ളിയിലുള്ള ഒരു അന്തരീക്ഷങ്ങൾ, അവിടുത്തെ പാട്ട്, അവിടുത്തെ പ്രസംഗമൊന്നും വളരെ ചെറുതിലാണെങ്കിൽ വലിയ പ്രസംഗമൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രാപ്തിയൊന്നും ഇല്ല എങ്കിലും അന്നത്തെ സഭാ ശുശ്രൂഷകന്മാരുടെ ആ ഒരു പ്രസംഗ ശൈലികൾ, ഓരോരുത്തരുടെ ശൈലികൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ ശ്രദ്ധിക്കുമായിരുന്നു. വീട്ടിലേക്ക് വന്നാൽ ഞാൻ അത് പറയുമ്പോഴേക്കും എനിക്ക് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ചില പശ്ചാത്തലങ്ങളുണ്ടെന്ന് പറയുന്നത്, ചില ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞതാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം എൻ്റെ വീടാണ് പറയുവാനായിട്ട് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്നൊരു തുടക്കം. കാരണം വീട്ടിൽ ചിട്ടയായ പാട്ടുകൾ, പ്രാർത്ഥനയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതിലൊരു പക്ഷേ ഞാൻ അതിൻ്റെ ഏറ്റവും മുഖ്യ ക്രെഡിറ്റ് കൊടുക്കുന്നത് അമ്മയ്ക്കാണ്. പപ്പ പൊതുവെ ഒരു മിതഭാഷിയായിരുന്നു. പാടുമ്പോഴൊന്നും കൂടെ അങ്ങനെ ഉറക്കെയൊന്നും പാടുമായിരുന്നില്ല. പക്ഷേ അമ്മ അങ്ങനെ ആയിരുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വൈകുന്നേരത്ത് വീടിൻ്റെ വരാന്തയിൽ ഒരു പായ് വിരിച്ചിട്ട് അവിടേക്ക് തറയിലിരുന്ന്, എനിക്ക് ഇളയ 2 സഹോദരങ്ങളുണ്ട്, അപ്പൂപ്പനും അമ്മൂമ്മയും വീട്ടിലുണ്ട്. അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2, 3 അല്ലെങ്കിൽ 4 പാട്ടുകൾ വരെ അങ്ങ് പാടും. അത് കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കും. പിന്നീട് പ്രാർത്ഥനയാണ്. അമ്മയുടെ പ്രാർത്ഥന എന്നത് ഒരു അരമണിക്കൂറെങ്കിലും പോകുന്ന പ്രാർത്ഥനയാണ്. ഏറ്റവും കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ പ്രാർത്ഥന നേരത്തിരുന്ന് ഞങ്ങൾ ഉറങ്ങും. പിന്നെ അമ്മയുടെ നല്ല ഒരു തള്ള് കിട്ടുമ്പോഴായിരിക്കും ഉണരുന്നത്. ഇതേ സമയത്ത് അടുത്തടുത്ത വീടുകളിലൊക്കെ പ്രാർത്ഥനകൾ നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ആ വീടിൻ്റെ ഒരു അന്തരീക്ഷം, അതായത് എന്നെ രൂപപ്പെടുത്തുന്നതിൽ, വിശ്വാസത്തിൻ്റെ വഴികളിലേക്കും ഇങ്ങനെയുള്ള ഒരു ദൈവവിളിയിലേക്കുമുള്ള ഒരു രൂപപ്പെടുത്തലിൽ എൻ്റെ വീടൊരു വലിയ ഘടകമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അമ്മ എന്ന ഒരു വലിയ ഘടകം ഉണ്ടായിരുന്നു. ഇന്നും അമ്മയുടെ പ്രാർത്ഥന ആ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുവാനുള്ള ആ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞുള്ളതായ പ്രാർത്ഥന, കൃത്യമായിട്ട് പള്ളിയിൽ പോകണം, ആരാധനയിൽ അച്ചടക്കത്തോടെ ഇരിക്കണം, മുൻനിരയിൽ തന്നെ ഇരിക്കണം, സൺഡേ സ്കൂളിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം, ശനിയാഴ്ച വൈകുന്നേരം എന്നത് സൺഡേ സ്കൂൾ പാഠങ്ങൾ പഠിക്കുവാനുള്ള ഒരു സമയമാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സംസാര ശൈലി എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ആ ഒരു ഭാഷ, സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഭാഷയിൽ പുലർത്തേണ്ടതായ ചില ചിട്ടകളും ക്രമങ്ങളും, മുതിർന്നവർ വരുമ്പോൾ അവരെ ബഹുമാനിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ തന്നെ ഞാൻ പഠിച്ചത് വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷത്തിൽ നിന്ന് ആയിരുന്നു. എന്തെങ്കിലും അരുതാത്തതായ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് അമ്മ പറയും, അത് തെറ്റാണ്, ബൈബിളിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ബൈബിളിലുള്ള ആരുടെയെങ്കിലും ഉദാഹരണങ്ങളെ എടുത്ത് പറയുമായിരുന്നു. അങ്ങനെ ഉറച്ച
ഒരു ഭക്തി നിർഭരമായ വിശ്വാസത്തിൻ്റെ, ഒരു സഭാബന്ധത്തിൻ്റെ ഒക്കെയുള്ള ഒരു ആത്മീയമായ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഉറവിടത്തിൽ നിന്നാണ് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങനെ ഉണരുവാനായിട്ട് തുടങ്ങിയത്. ഇനി ഞാൻ കണ്ട സഭ അന്തരീക്ഷമാണെങ്കിലും ശാന്തമായ അന്തരീക്ഷമായിരുന്നു. സഭയിൽ നല്ല കൊയറുണ്ട്. ആ കാലഘട്ടത്തിലുള്ളത് ഹാർമോണിയം ആണ്. ചെറിയ ബാൻഡ് ഉണ്ടാകും, മറ്റ് സംഗീതോപകരണങ്ങളൊന്നുമില്ല. നന്നായിട്ട് പാടുന്നതായ ഒരു കൊയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ക്രമേണ ഞാൻ അതിലേക്ക് കയറി തുടങ്ങി. എൻ്റെ പ്രായം മാറുന്നു. 10 വയസ്സൊക്കെ കഴിഞ്ഞ് 10, 11, 12 വയസ്സൊക്കെ ആകുന്നു. കൊയറിൻ്റെ ഒരു ഭാഗത്തിരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അവിടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതായ മുതിർന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവർ പലരൊക്കെ എൻ്റെ ബന്ധുക്കളൊക്കെ ആയിരുന്നു. അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പ്രമോദ് മുന്നിലേക്ക് വാ, ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നു. പിന്നെ ഒരു 14, 15 വയസ്സൊക്കെ ആകുമ്പോഴേക്കും സൺഡേ സ്കൂളിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന് അതൊക്കെ മാറി യുവജനങ്ങളുടെ സംഘടനകളോടൊക്കെ ഒന്ന് അടുത്തൂടെ പോകാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിൽ എന്നെ രൂപപ്പെടുത്തിയ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അന്ന് സഭയിലുണ്ടായിരുന്ന ശുശ്രൂഷകന്മാർ ആണ്. സഭാ ശുശ്രൂഷകന്മാർ, അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ, വ്യക്തമായ നല്ല ദർശനങ്ങളും ഉണ്ടായിരുന്നു. അവർ ഭക്തിയോടും വിശ്വസ്തയോടും കൂടെ ശുശ്രൂഷ ചെയ്തവരായിരുന്നു. അവരുടെ കൂടെ ഇങ്ങനെ നടക്കുവാനായിട്ട് എനിക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടുമായിരുന്നു. അവരോടൊപ്പം കുറച്ച് ദൂരം നടന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു പുതിയ പാഠം പഠിക്കാൻ കഴിയും എന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അവരുടേതായ രൂപപ്പെടുത്തലുകൾ എനിക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ തന്നെ 12 വയസ്സ് വരെയൊക്കെ ഞാൻ എപ്പോഴും ഈ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, എന്നും പനിയെന്നോ ചുമയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരികയും, പൊതുവെ ശാരീരികമായിട്ട് അത്ര വലിയൊരു ശക്തിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല ഞാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതായ ശാരീരിക പ്രശ്നങ്ങളിലൊക്കെ അവസ്ഥയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനത് നേരത്തെ പറയേണ്ടതായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അവിടേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എല്ലാം അന്നത്തെ മുതിർന്ന ആൾക്കാരായിരുന്നു. അവർ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥന, ഇപ്പോൾ ഇതൊക്കെ എന്നെ കുറേശ്ശെ എന്നെ ഇങ്ങനെ ഒന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്നതായ ഒരു വലിയ ഒരു സമൂഹത്തിൻ്റെ ലാളനകൾ ഏറ്റുവാങ്ങാൻ എനിക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ ഭാഗ്യമുണ്ടായി. ഇതിനിടയിൽ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, നീ ഒരു ദൈവത്തിൻ്റെ വഴിയിലൂടെ നീ പോകണം, നീ ഒരു സഭാ ശുശ്രൂഷകൻ എന്ന ലക്ഷ്യത്തിലേക്ക് പോകണം, അമ്മ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കിയെടുക്കുകയോ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ അന്ന് അത്ര കാണാനുള്ള ഒരു കഴിവ് എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ആഗ്രഹം അമ്മ എപ്പോഴും പറയുമായിരുന്നു. അമ്മയുടെ ഈ ആഗ്രഹം മനസ്സിലാക്കിയ മുതിർന്നവരും സഭയിലുള്ള മുതിർന്നവരും എന്നെ സ്വാധീനിച്ചെന്ന് ഞാൻ പറഞ്ഞതായ സഭാ ശുശ്രൂഷകന്മാരുമൊക്കെ ഇതിലേക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്നും ബൈബിൾ വായിക്കണം, ഞങ്ങളുടേത് ലൂഥറൻ സഭയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സഭാ സംബന്ധമായിട്ടുള്ള ഉപദേശ ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ വായിക്കണം, എന്നും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ചില മുതിർന്ന നല്ല നല്ല പുരോഹിതന്മാരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ട് പറയുമായിരുന്നു, അവരെയൊക്കെ കണ്ട് പഠിക്കണം, അവരുടെ ശൈലി മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ പോലെ നമുക്ക് മറ്റ് മാധ്യമങ്ങളില്ല. അന്ന് ആകെ കൂടെ ഉള്ളത് റേഡിയോ മാത്രമാണ്. ഇതിനപ്പുറം വേറൊന്നുമില്ല. നല്ലൊരു ടേപ്പ് റെക്കോർഡർ പോലും ഞാൻ കാണുന്നതൊക്കെ ഒരു 10-17 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് അതൊക്കെ കണ്ടനുഭവിക്കുന്നത്. അപ്പോൾ റേഡിയോ ആയിരുന്നു. റേഡിയോ ന്യൂസൊക്കെ കേൾക്കുന്നതുകൊണ്ട് അതൊക്കെ സ്വാധീനിക്കുമായിരുന്നു. സംസാര ശൈലി, ഒരുപാട് കാര്യങ്ങളിലൊക്കെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവിധത്തിലും ഇങ്ങനെ രൂപപ്പെട്ട് വരുമ്പോൾ തന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, നീ ഒരു ശുശ്രൂഷകനാകണം എന്ന് പറയുമായിരുന്നു. അങ്ങനെ പതുക്കെ വന്നു. പിന്നെ ഞാൻ സഭയിലെ യുവജന സംഘടനയോട് ചേർന്ന് കൂടെ നടക്കുവാൻ തുടങ്ങി. ഭവന സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഹൗസ് വിസിറ്റ്, രോഗികളെ പോയി കാണുക, പ്രാർത്ഥിക്കുക. പിന്നെ വീടുകളിലുള്ള ചെറിയ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലേക്ക് ഞാൻ വന്നു. ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴേക്കും തന്നെ 2 വാക്ക് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക്, ഒരു പബ്ലിക്കായിട്ട് 2 വാക്കൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു. സഭയിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് വന്നാൽ സ്വാഗതം പറയുക, അല്ലെങ്കിൽ കൃതജ്ഞത പറയുക, ഒരു ചെറിയ ആശംസ പറയുക, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടി. ഇതെല്ലാം തന്നെ എന്നെ പതുക്കെ പതുക്കെ രൂപപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം എൻ്റെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ എന്നെ രൂപപ്പെടുത്തിയത് എൻ്റെ വീട്, എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു.
പിന്നെ മറ്റ് സമൂഹം എനിക്ക് വളരെയധികം രൂപപ്പെടുന്ന ഒന്നായിരുന്നു. ഞാൻ വളർന്ന പശ്ചാത്തലം എന്നെ രൂപപ്പെടുത്തി. ഞാൻ വളർന്ന സഭാ അന്തരീക്ഷം, ഞാൻ ബന്ധപ്പെട്ട് വന്നതായ ആ സഭാ അന്തരീക്ഷങ്ങളെ രൂപപ്പെടുത്തി. എനിക്ക് നല്ല മാതൃകയുള്ള സഭാ ശുശ്രൂഷകന്മാരെ ലഭിച്ചു. അന്ന് വലിയ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു. എൻ്റെ കുട്ടിക്കാല പശ്ചാത്തലത്തിൽ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. വിദ്യാലയത്തിൽ പോകുന്നു, വരുന്നു, അന്ന് നടന്നാണല്ലോ പോകുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ വഴികളിലുമൊക്കെ എനിക്കെല്ലാം നന്മകളുടേതായിട്ടുള്ള ഒരു വലിയ അനുഭവങ്ങൾ മാത്രമാണ് എനിക്കുണ്ടായത്. എനിക്ക് വേറെ തിരിച്ചുവിടത്തക്ക വിധത്തിൽപ്പെട്ട തെറ്റായ പ്രവണതകളൊന്നും എൻ്റെ സമൂഹത്തിൽ എനിക്കന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് വാസ്തവമായത്. അങ്ങനെ ഞാൻ വളർന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആ യൗവന പ്രായത്തിലേക്ക് വരികയാണ്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് നാഗർകോവിലുള്ള ഞങ്ങളുടെ ലൂഥറൻ സഭയുടെ സെമിനാരിയിൽ പാസ്റ്റർ ക്ലാസ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അന്ന് BTH എന്ന ഡിഗ്രിയാണ് അന്നത്തെ ഒരു ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് 1 വർഷം സെമിനാരിയിൽ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ആ കോഴ്സ് പൂർത്തിയാക്കിയാൽ മാത്രമേ പാസ്റ്റർ ക്ലാസ്സിലേക്ക് 4 വർഷമുള്ള BTH ക്ലാസ്സിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് ആളെടുക്കുന്നു എന്ന് പറഞ്ഞ് സെമിനാരിൽ നിന്ന് കത്ത് വന്നപ്പോൾ അന്ന് എൻ്റെ സഭയിൽ ശുശ്രൂഷകൻ ആയിരുന്ന റവറൻഡ് വൈ ക്രിസ്റ്റഫർ എന്ന അച്ഛനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രമോദ്, ഞാനൊരു കത്ത് വന്നിരിക്കുന്നത്, സാധ്യത വന്നിരിക്കുന്നു, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇതിനിടയിൽ കൂടുതൽ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പറയുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ 20ാമത്തെ വയസ്സിൽ നാഗർകോവിലുള്ള കൺകോഡിയ തിയോളജിക്കൽ സെമിനാരിയിൽ 1 വർഷത്തെ വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ അവിടെ ചേർന്നു. 20 വയസ്സ് വരെ ഞാൻ എൻ്റെ വീടും എൻ്റെ അന്തരീക്ഷവും കഴിഞ്ഞ് ഞാൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം വരെ പഠിച്ച സ്കൂളും ഡിഗ്രി ഞാനന്ന് BA പഠിക്കുന്ന സമയം, ഫൈനൽ ഇയറായ സമയം കൂടെ ആയിരുന്നു. ഇതിനപ്പുറമുള്ള മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്ന വീടിനകത്തുള്ള അന്തരീക്ഷത്തിലൂടെയൊക്കെ ഭക്ഷണം കഴിച്ചും അതിൻ്റെ സുഖ സൗകര്യങ്ങളിലൂടെ വന്ന എനിക്ക് നാഗർകോവിലേക്ക് പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസവും ഉണ്ടായില്ല. വീട് വിട്ട് മാറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനിന്ന് ചിന്തിക്കുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ കൃപ ആയിരുന്നിരിക്കാം എന്നാണ്. ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കാലാകാലം വന്നപ്പോൾ വളരെ പ്രയാസത്തിലേക്കായി എന്ന് ചിന്തിച്ച പല നാളുകളുണ്ടായിരുന്നപ്പോഴും അവിടെയൊന്നും വീണു പോകാതെ എന്നെ നിലനിർത്തിയത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. സെമിനാരിയിൽ ചെല്ലുന്നു, തമിഴാണ്, കളിക്കവളയ്ക്കപ്പുറത്ത് പോലും അങ്ങനെയൊന്നും പോയ ഓർമ്മ എനിക്കൊരൊട്ടുമില്ല. അവിടെ പോയെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. മനോഹരമായൊരു സെമിനാരി, വ്യത്യസ്ത ഭാഷകളിലുള്ള, പ്രത്യേകിച്ച് തമിഴും തെലുങ്കുമൊക്കെ സംസാരിക്കുന്നവരാണ്. നല്ല ഒരു അന്തരീക്ഷം എനിക്ക് അവിടെയും കിട്ടി. വേഗത്തിൽ ഞാൻ അവിടുത്തെ സാഹചര്യമായിട്ട് ഇഴുകിച്ചേർന്നു. പക്ഷേ അന്ന് അവിടെ വെച്ച് ഒരു അധ്യാപകൻ ആദ്യം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഒരു പാസ്റ്ററാകുവാൻ, ഒരു ശുശ്രൂഷകനായിരിക്കുവാനുള്ള ഒരു ദൈവ വിളി നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു. അത് അദ്ദേഹം ഒരു ആധികാരികമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നില്ല, കാഷ്വലായിട്ട് അങ്ങ് ചോദിച്ച് പോയതാണ്. അതിനൊരു ഉത്തരം പറയുവാൻ എനിക്ക് പെട്ടെന്ന് അറിയുമായിരുന്നില്ല. എന്നെ നോക്കിയല്ല, പൊതുവിലായിട്ട് അദ്ദേഹം അത് ചോദിച്ചതാണ്. ദൈവ വിളി ഉണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. അന്ന് അതിൻ്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് അതിൻ്റെ ഉത്തരം ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ 1 വർഷം പഠിച്ചു, അവിടെ നിന്ന് വന്നു, പുറത്തിറങ്ങി 2-3 വർഷക്കാലം പല സഭകളിൽ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അവിടെ എനിക്ക് സൂപ്പർവൈസർമാരായിട്ടുള്ള പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ BTH ഡിഗ്രിക്കായിട്ട് 4 വർഷത്തെ പഠനത്തിനൊക്കെ ചേർന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വളരുമ്പോൾ ആ അധ്യാപകൻ ചോദിച്ച ആ ചോദ്യം, ഡോക്ടർ JC ഗമാലിയൽ എന്നാണ് അധ്യാപകൻ്റെ പേര്, അദ്ദേഹം ചോദിച്ചതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടി. ദൈവത്തിൻ്റെ വിളി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെയും തനിക്ക് ബോധ്യമുള്ളവരെയും ദൈവം തിരഞ്ഞെടുക്കും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്ക് പിന്നെ അത് ബോധ്യപ്പെട്ടു. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എടുക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എടുക്കുക, അവർക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. അവരിൽ പലരും മത്സ്യം പിടിക്കുന്നവരായിരുന്നു. അവർക്ക് കടൽ തീരവും കടലും വള്ളവും വലയും മീനും എന്നതിനപ്പുറം അവർക്ക് വേറെ ലോകമൊന്നുമില്ലായിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. അവരുടെ പശ്ചാത്തലങ്ങൾ മോശമായിരുന്നു. ചിലരൊക്കെ ചുങ്കം പിരിക്കുന്നവരായിരുന്നു, ടാക്സ് കളക്ടേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അങ്ങനെയുള്ള ഇരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവരെ വിളിച്ചു. കർത്താവ് അവരെയൊക്കെ വിളിച്ചിട്ട് വരികയാണ്, നീ വാ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ
അവിടെ നിന്ന് അവരൊരു പുതിയ ജീവിതമായിട്ട് മാറുക. അവർ വേഗത്തിൽ ആ വിളിയോട് അവരങ്ങ് ചേർന്നു പിന്നാലെ പോയി എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വിളി, തനിക്ക് ബോധ്യമുള്ളവരെ ദൈവം വിളിക്കുന്നു. അവർ ഉന്നതകുല ജാതരാണെന്നോ വലിയ പശ്ചാത്തലങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും അവിടെ ദൈവം പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഞാനിന്ന് കുറച്ച് വിശ്വസിക്കുന്നത്, എനിക്ക് പിൽക്കാലത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്, ഒരുപാട് സമയമൊക്കെ ഇങ്ങനെ നീണ്ടൊക്കെ പോയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പഠനത്തിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്നെ ദൈവം വിളിച്ചു എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒക്കെ നേരിട്ടു. ഈ പ്രതിസന്ധികളൊക്കെ നേരിട്ട കാലത്തിലൊക്കെയും അത് പിടിച്ചു നിൽക്കുവാനൊക്കെയുള്ള ശക്തി എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വിളി എനിക്ക് ഉണ്ടായിരുന്നുള്ള ഉത്തമമായ ബോധ്യത്തിലാണ് എന്നെ എപ്പോഴും ശക്തിപ്പെടുത്തിയത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ശുശ്രൂഷകനെ ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് വിശുദ്ധ തിരുവചനം തന്നെയാണ്, വേദപുസ്തകം തന്നെയാണ്. കാരണം ജീവിതത്തിൻ്റെ അനേകമായ പ്രശ്നങ്ങൾക്കൊക്കെയും വേഗത്തിലൊരു ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് വേദപുസ്തകത്തിലൂടെ കഴിയുക തന്നെ ചെയ്യും. എൻ്റെ ദൈവ വിളി എന്ന് പറയുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയുന്നതാണ്. ഞാനൊരു കൊച്ചു ഉദാഹരണമായിട്ട് പറഞ്ഞോട്ടെ. യേശുവിൻ്റെ പിതാവായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന യോസഫ് വലിയ ഒരു ആശയക്കുഴപ്പത്തിലെത്തിയതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ മത്തായി സുവിശേഷനൊക്കെ നൽകുന്ന ആദ്യത്തെ വിവരണം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാക്ക് ഉണ്ടായിരുന്നു. മറിയയിലൂടെ പിറക്കുവാൻ പോകുന്നതായ ആ പൈതൽ, അത് ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള പൈതൽ എന്നാണ് യോസഫിന് കിട്ടിയ ദർശനം. യോസഫ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു നിശബ്ദ കഥാപാത്രമാണ്. അദ്ദേഹം എവിടെയെങ്കിലും സംസാരിച്ചതായിട്ടൊന്നും അങ്ങനെ നമ്മൾ കാണുന്നില്ല വലുതായിട്ട്. 12-ാമത്തെ വയസ്സിൽ, യേശുവിൻ്റെ 12-ാമത്തെ വയസ്സിൽ നിന്നെ തിരഞ്ഞ് ഞങ്ങൾ ഒരുപാട് നടന്നുവല്ലോ എന്നൊക്കെ മാതാപിതാക്കൾ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മറിയയെപ്പോലെ ഒന്നും സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്താണ് യോസഫ് ചെയ്തത്? ഇത് ദൈവത്തിൻ്റെ വിളിയാണ്, ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. അതുപോലെ എല്ലാവും ഏറ്റെടുത്ത് കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോയി എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വിളിയെ പൂർണ്ണമായി നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്, കേൾക്കുക. ഇത് ദൈവത്തിൻ്റെ വിളിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴാണോ നമുക്കുണ്ടാകുന്നത്, അപ്പോൾ പിന്നെ നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ട് തോന്നിയിട്ടുള്ളത്.